നമസ്കാരം, മോളിവുഡ് ന്യൂസിലേക്ക് സ്വാഗതം. 2024 അവസാനിക്കാനിരിക്കെ മലയാള സിനിമയ്ക്ക് തലയുയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കാനാവും. ബോളിവുഡ് അടക്കമുള്ള ഇൻഡസ്ട്രിയിൽ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ മോളിവുഡ് പിന്നിലല്ലെന്ന് തെളിയിക്കുകയാണ്. 2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു മാജിക്കൽ വർഷം തന്നെയായിരുന്നു. ഇത്തവണ 5 സിനിമകളാണ് 100 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത്. കൂടാതെ പുതുമുഖ സംവിധായകരും കുറേ കൊമേഴ്ഷ്യൽ സക്സസ് ആയ സിനിമകളും നിറഞ്ഞു നിന്ന വർഷം. അതുകൊണ്ട് തന്നെ മികച്ച കുറേ സിനിമകളും പ്രേക്ഷകർക്ക് കാണാൻ അവസരമുണ്ടായി. ആഗോളതലത്തിൽ 10ലധികം മലയാള സിനിമകളാണ് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത്. ഇതിൽ 5 സിനിമകൾ 100 കോടിക്ക് മുകളിലും കളക്ഷൻ നേടി. 242.3 കോടി രൂപയാണ് മഞ്ഞുമേൽ ബോയ്സിന് കളക്ഷൻ ലഭിച്ചത്. ആടുജീവിതത്തിന് 160 കോടി, 154.60 കോടിയാണ് ആവേശം സിനിമയ്ക്ക് ലഭിച്ചത്. പ്രേമലുവിന് 136 കോടിയും 106 കോടി ARMനും നേടിയപ്പോൾ 90 കോടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ കരസ്ഥമാക്കിയത്. ബ്രഹ്മയുഗം 85 കോടി, വർഷങ്ങൾക്ക് ശേഷം 81 കോടി, കിഷ്കിന്ധാകാന്ഡം 75.25 കോടി, ടർബോ 70.1 കോടി, അവസാനമായി ഇറങ്ങിയ മാർക്കോയ്ക്ക് ഇതുവരെ ലഭിച്ച കളക്ഷൻ 50 കോടിയാണ്. ഈ വർഷം ഇതുവരെ 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ മലയാള സിനിമയ്ക്കായി. 2024 ഇന്ത്യൻ സിനിമയുടെ ആകെ കളക്ഷന്റെ 20% ലഭിച്ചത് മലയാള സിനിമയിൽ നിന്നുമാണ്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ 100 കോടി ക്ലബിൽ എത്തുന്നതും ഈ വർഷം തന്നെയാണ്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മിക്കതും ചെയ്തത് യുവ സംവിധായകർ ആണെന്നതാണ്. മിക്ക സിനിമകളും കേരളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിൽ ഒട്ടാകെ വിജയകരമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിൽ മഞ്ഞുമേൽ ബോയ്സ്, പ്രേമലു, ആവേശം, ARM എന്നീ ചിത്രങ്ങൾ എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, യുവതാര ചിത്രങ്ങളും പുതുമുഖ ചിത്രങ്ങളും പരീക്ഷണ ചിത്രങ്ങളും ഒരുപോലെ വിജയം കണ്ട വർഷം കൂടിയാണിത്. വിജയങ്ങൾ മാത്രമല്ല, പരാജയങ്ങളും ഈ വർഷം ഏറ്റുവാങ്ങേണ്ടി വന്നു. മിക്ക സിനിമകളും വരികയും ഒരു ചലനവും സൃഷ്ടിക്കാതെ പോവുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായിരുന്നു മോഹൻലാൽ വേഷമിട്ട മലൈക്കോട്ടെ വാലിബൻ. സൂപ്പർ താരം അഭിനയിച്ചിട്ടും ഈ ചിത്രത്തിന് വലിയ മാറ്റങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ ദിലീപ് നായകനായി എത്തിയ പവി കേട്ടേക്കർ, തങ്കമണി, കുഞ്ചാക്കോ ബോബന്റെ ഗർ, നിവിൻ പോളി നായകനായി എത്തിയ മലയാളി ഫ്രം ഇന്ത്യ, ടൊവിനോ ചിത്രം നടികർ എന്നീ ചിത്രങ്ങളും പരാജയം ഏറ്റുവാങ്ങിയവയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 5 മലയാള ചിത്രങ്ങളും റിലീസിംഗ് ചെയ്തു. ഇതിൽ മണിച്ചിത്രത്താഴും ദേവദൂതനും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായി. പാലേരി മാണിക്യവും അൻവറും ഒന്നും രണ്ടാം വരമ്പിൽ വലിയ മാറ്റങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. വെറും 2 ദിവസം മാത്രമാണ് വല്യേട്ടൻ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. എന്തായാലും മലയാള സിനിമയ്ക്ക് 2024 വർഷം ചെറിയ പരാജയങ്ങൾ നൽകിയെങ്കിലും ആശ്വാസകരമായി എത്തിയ മികച്ച ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന വർഷം കൂടുതൽ മികച്ച ചിത്രങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.